നമസ്കാരം. കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്ന ഒരു ചാപ്റ്ററാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ് 2 ടൈപ്പ് ഉണ്ട്. നമുക്കറിയാം കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ് എന്തിനു വേണ്ടിയുള്ളതാണ്? നോർമൽ എക്സിക്യൂഷൻ ഫ്ലോയെ അൾട്ടർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്. കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ് 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ്, അതേപോലെ തന്നെ മറ്റൊന്ന് ഐട്രേഷൻ സ്റ്റേറ്റ്മെൻറ്റ്. ഇതൊക്കെ നമ്മൾ വിശദമായിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. കാണുക. എന്നിട്ട് അതിൻ്റെ ബാക്കിയായിട്ട് നമ്മൾ ഇന്ന് ഡിസ്കസ് അപ്പോൾ നമ്മൾ എവിടം വരെ ഡിസ്കസ് ചെയ്തെന്ന് ചോദിച്ചാൽ ഇഫ്, അതേപോലെ തന്നെ ഇഫ് എൽസ്, അതേപോലെ തന്നെ എന്താണ് നെസ്റ്റഡ് ഇഫ് വരെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഈ 3 നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് എൽസ് ഇഫ് ലാഡർ ആൻഡ് സ്വിച്ച്. ഈ 2 കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് നോക്കാം. അപ്പം എൽസ് ഇഫ് ലാഡർ എന്ന് പറഞ്ഞാൽ ഏണി അല്ലേ, എൽസ് ഇഫ് ലാഡർ. നമ്മൾ ഇഫ് നോക്കി, അതേപോലെ തന്നെ ഇഫ് എൽസ് ഉപയോഗിച്ചുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ നോക്കി, നെസ്റ്റഡ് ഇഫ് ഒക്കെ നോക്കി. ഇവിടെ എൽസിനോടൊപ്പം ഒരു ഇഫ് കൂടി എഴുതും. നമ്മൾ നേരത്തെ എഴുതിയതിനകത്തൊന്നും എൽസ് എന്ന് മാത്രമായിരുന്നു എഴുതിയതെങ്കിൽ ഇവിടെ ഒരു ഇഫ് കൂടി വരും. അങ്ങനെ നമുക്ക് എത്ര എൽസ് ഇഫ് വേണമെങ്കിലും ഇങ്ങനെ താഴെ എഴുതി പോകാം. അതുകൊണ്ടാണ് എൽസ് ഇഫ് ലാഡർ എന്ന് പറയുന്നത്. ഈ ഒരു സിൻടാക്സ് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഇഫിനോട് ചേർന്ന് നമുക്കൊരു ടെസ്റ്റ് എക്സ്പ്രഷൻ ഉണ്ടാവും. ആ എക്സ്പ്രഷൻ്റെ റിസൾട്ട് ട്രൂ ആവാം, ഫോൾസ് ആവാം. ട്രൂ ആകുകയാണെങ്കിൽ ഈ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. ബാക്കിയുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്ത് ചെയ്യത്തില്ല, പിന്നീട് ചെക്ക് ചെയ്യാൻ നിൽക്കത്തില്ല. എന്നാൽ ഇത് ഫോൾസ് ആവുകയാണെങ്കിൽ ഈ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ചെക്ക് ചെയ്യും. ഈ സ്റ്റേറ്റ്മെൻറ്റ് എൽസിഫിനകത്തുള്ള അടുത്ത ഇഫ്. ഈ എൽസ് ഇഫ് എന്ന് വെച്ചാൽ എന്താണ്? മുകളിലത്തെ ഇഫ് തെറ്റുകയാണെങ്കിലാണ് എൽസിലേക്ക് വരുന്നത്. അപ്പോൾ എൽസിലേക്ക് വന്നിട്ട് ഡയറക്റ്റ് കയറിയ എൽസിൻ്റെ താഴത്തെ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുകയല്ല ചെയ്യുന്നത്. അതിനോടൊപ്പം ഒരു സ്റ്റേറ്റ്മെൻറ്റ്, ഒരു ടെസ്റ്റ് എക്സ്പ്രഷൻ കാണും. അതിനകത്ത് എഴുതിയിരിക്കുന്ന എക്സ്പ്രഷൻ്റെ റിസൾട്ട് ട്രൂ ആണോ ഫോൾസ് ആണോ ചെക്ക് ചെയ്യും. അങ്ങനെ ചെക്ക് ചെയ്തിട്ട് അത് ട്രൂ ആണെങ്കിൽ ഈ സ്റ്റേറ്റ്മെൻറ്റ്, അതിൻ്റെ താഴെയുള്ള സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. എന്നാൽ ഇതും ഫോൾസ് ആണെങ്കിൽ മാത്രം എങ്ങോട്ട് വരും? അടുത്ത സ്റ്റേറ്റ്മെൻറ്റിലേക്ക് പോകും. അങ്ങനെ ഏതെങ്കിലും ഒരു ടെക്സ്റ്റ് എക്സ്പ്രഷൻ ട്രൂ ആയിട്ട് വരുന്നുണ്ട് എങ്കിൽ അതിൻ്റെ താഴത്തെ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്തിട്ട് ഈ ഒരു ലാഡറിൽ നിന്ന് എക്സിറ്റ് ചെയ്യുക ചെയ്യുന്നത്. പിന്നെ താഴേക്കുള്ള ഒരു എൽസിഫും ചെക്ക് ചെയ്യത്തില്ല, എവിടെയെങ്കിലും ഒരെണ്ണം ട്രൂ ആയാൽ. എന്നാൽ ഇങ്ങനെയുള്ള എഴുതി വെച്ചിരിക്കുന്ന എല്ലാ ഇഫും എൽസിഫുകളും ഫോൾസ് ആയിട്ട് വരികയാണെങ്കിൽ ഏറ്റവും താഴെ നോക്കാമെങ്കിൽ നമ്മൾ ഏറ്റവും അവസാനമായിട്ട് ഒരു എൽസ് മാത്രമായിട്ട് എഴുതിയിട്ടുണ്ട്. അതായത് എൽസിനോടൊപ്പം എന്തില്ല? എൽസിനോടൊപ്പം ഇഫ് ഇല്ലാതെ എൽസ്. ആ എൽസിൻ്റെ താഴെ ഇരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് എപ്പോഴായിരിക്കും വർക്ക് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുകളിൽ എഴുതിയിരിക്കുന്ന ഒരു എൽസ് ഇഫുകളും ട്രൂ ആയിട്ട് വരുന്നില്ല. അതായത് ആദ്യത്തെ ഇഫ് ഫോൾസ് ആണ്, അടുത്തവും ഫോൾസ് ആണ്, എല്ലാം എഴുതിയിട്ടുള്ള എത്ര എൽസ് ഇഫ് ഉണ്ടോ ആ ഇഫിൻ്റെ ടെക്സ്റ്റ് എക്സ്പ്രഷൻസ് എല്ലാം ഫോൾസ് ആണെങ്കിൽ നമ്മൾ ഏറ്റവും അവസാനം ഒരു എൽസ് എഴുതി വെച്ചിട്ടുണ്ട്. അതായത് മുകളിൽ ഇരിക്കുന്നത് നമുക്ക് അവിടെ ഒരു കമ്പാരിസൺ ഒന്നുമില്ല. എന്താണ്? അവിടെ ഒരു ടെസ്റ്റ് എക്സ്പ്രഷൻ ഇല്ല. നമുക്ക് മുകളിലത്തെ എല്ലാം തെറ്റുമ്പോൾ മാത്രം എന്ത് ചെയ്യണം എന്നുള്ളതായിരിക്കും ഏറ്റവും താഴത്തെ സ്റ്റേറ്റ്മെൻറ്റിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത്. ഓക്കെ, നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ ഒരു പേഴ്സൻറ്റേജ്, ഏതെങ്കിലും ഒരു കുട്ടിയുടെ പേഴ്സൻറ്റേജ് ഒരു പ്രോഗ്രാമിലേക്ക് കൊടുത്തിട്ട് ആ കുട്ടിയുടെ പേഴ്സൻറ്റേജ് എന്താ പറയുന്നത്, എത്രയാണ് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രോഗ്രാം. എത്രയാണ് ആ പേഴ്സൻറ്റേജ് എന്ന് ചെക്ക് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ്. ഇവിടെ നോക്കുക, പെർസെൻറ്റേജ് എന്ന് പറയുന്നത് ഒരു വേരിയബിളാണ് കേട്ടോ. പെർസെൻറ്റേജ് എന്ന് വെച്ചാൽ ഒരു വേരിയബിളാണ്. വേരിയബിളിനകത്ത് സ്റ്റോർ ചെയ്തിരിക്കുന്ന വാല്യൂ ആണ്. ഇപ്പോൾ അതിനകത്തൊരു വാല്യൂ സ്റ്റോർ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കും. മുകളിൽ കുറച്ച് സ്റ്റേറ്റ്മെൻറ്റുകളുണ്ട്, കാര്യം സി ഔട്ടും സീനും ഒക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് പെർസെൻറ്റേജ് എന്ന് പറയുന്ന ഒരു വേരിയബിൾ, നമ്മൾ സാധാരണ എയും ബിയും എന്നൊക്കെ ഉപയോഗിക്കത്തില്ലേ, അതിന് പകരം ഇവിടെ പെർസെൻറ്റേജ് എന്ന് തന്നെ ഒരു വലിയ പേര് കൊടുത്തിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറെ ഒന്നുമില്ല. അപ്പോൾ ഈ പെർസെൻറ്റേജ് എന്ന് പറയുന്ന വേരിയബിളിനകത്തൊരു വാല്യൂ ഉണ്ടെങ്കിൽ ആ വാല്യൂ 90 അല്ലെങ്കിൽ 90 ഓർ ഗ്രേറ്റർ ദാൻ 90 ആണെങ്കിൽ A+ എന്ന് പ്രിൻറ്റ് ചെയ്യും. മനസ്സിലാവുന്നുണ്ടോ? ഇനി അങ്ങനെ അല്ലെങ്കിൽ, അതായത് 90 എബോ അല്ലെങ്കിൽ മാത്രമാണ് അടുത്ത ഈ കണ്ടീഷൻ ചെക്ക് ചെയ്യാൻ പോകുന്നത്. നമുക്കിപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കാം. ഇതിനകത്ത് എഴുതിയിരിക്കുന്ന വാല്യൂ ഒരു 58 ആണ് എന്ന് വിചാരിക്കുക. 58 ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇവിടെ 90 എബോ ആണോ? അല്ല, ഇത് ഫോൾസ് ആണ്. രണ്ടാമത് ഇത് ചെക്ക് ചെയ്യും. ഇത് ചെക്ക് ചെയ്യുമ്പം അതും ഫോൾസ് ആണ്. 80 എബോ ആണോ? അല്ല. 70 എബോ ആണോ? അല്ല. 60 എബോ ആണോ? അല്ല. 50 എബോ ആണോ? യെസ്, 50 എബോ ആണ് അല്ലേ. ഇത് ട്രൂ ആയി. 50 എബോ. അപ്പോൾ എന്ത് പ്രിൻറ്റ് ചെയ്യുന്നതാണ്? ഈ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. പറഞ്ഞ് മനസ്സിലാകുന്നുണ്ടോ? ഈ സ്റ്റേറ്റ്മെൻറ്റ് അപ്പോൾ C++ എന്നായിരിക്കും എന്ത് ചെയ്യുന്നത്? പ്രിൻറ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് മറ്റൊരു വാല്യൂ ആ പെർസെൻറ്റേജിൽ കൊടുത്തുകൊണ്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എന്താണ് ചെയ്യുന്നത് നോക്കാം. ഓക്കെ, ശ്രദ്ധിക്കുക. ഇനി അടുത്തൊരു വാല്യൂ നമുക്ക് കൊടുത്തു നോക്കാം. ഇനി അടുത്ത ഒരു 65 ആണ് കിടക്കുന്നത് അല്ലേ. പെർസെൻറ്റേജിനകത്ത് സ്റ്റോർ ചെയ്തിരിക്കുന്ന വാല്യൂ 65 ആണ് എന്ന് വിചാരിക്കുക. എന്താണ് 65? അങ്ങനെയാണെങ്കിൽ 90 ഗ്രേറ്റർ ദാൻ 90 ആണോ എന്ന് ചെക്ക് ചെയ്യും. അല്ല, ഇത് ഫോൾസ് ആണ്. 90യേക്കാൾ മുകളിലല്ല. രണ്ടാമത് ഈ കണ്ടീഷൻ ചെക്ക് ചെയ്യും. അതും ഫോൾസ് ആണ്. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 80 അല്ല. സോ അടുത്ത ചെക്ക് ചെയ്യും. പെർസെൻറ്റേജ് ഓഫ് 70 ഗ്രേറ്റർ ദാൻ ആണോ എന്ന് ചെക്ക് ചെയ്യും. അതും ഫോൾസ് ആണ്. അടുത്ത 60 ഗ്രേറ്റർ ദാൻ ആണോ? യെസ്, ഈ കണ്ടീഷൻ ട്രൂ ആയി. കാര്യം എന്താണ്? 65 എന്നുള്ള വാല്യൂ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 60 ആണ്.
സോ ഇതിൻ്റെ താഴെ എഴുതിയിരിക്കുന്ന ഈ സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും വർക്ക് ചെയ്യുന്നത്. സോ ബി എന്നായിരിക്കും ഇതിൻ്റെ ഔട്ട്പുട്ട് വരുന്നത്. ബാക്കി ഇതിൻ്റെ താഴത്ത് ഇത് എന്ത് ചെയ്യത്തില്ല, എക്സിക്യൂട്ട് ചെയ്യത്തില്ല. കാര്യം എവിടെയെങ്കിലും ഒരു ട്രൂ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ, ട്രൂ ആയിക്കഴിഞ്ഞാൽ അതിൻ്റെ താഴെ എഴുതിയിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്ത് അതെന്ത് സംഭവിക്കും, അത് ആ ലാഡറിൽ നിന്നും എക്സിറ്റ് ചെയ്യും. ഇനി നമുക്ക് ഏറ്റവും അവസാനം ഒരു 45 ആയിരുന്നു ഈ ഇതിനകത്ത് എൻ്റർ ചെയ്തതെങ്കിൽ എന്ത് സംഭവിക്കും, ഇതും ഫോൾസ് ആവും, ഇതും ഫോൾസ് ആവും. അങ്ങനെയാണെങ്കിൽ ഈ എൽസിൻ്റെ താഴെ നമുക്ക് വേണമെങ്കിൽ എന്തെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻറ്റ് എഴുതി വെക്കാം. എന്താണ്, ഫെയിൽഡ് എന്നോ അല്ലേ, ഫെയിൽഡ് എന്ന് ഒരു സ്റ്റേറ്റ്മെൻറ്റ് എഴുതി വെക്കാം അല്ലേ, ഫെയിൽഡ് എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് എഴുതി വെക്കാം. അല്ലെങ്കിൽ എന്താണ്, ഫെയിൽഡ് എന്നോ അല്ലെങ്കിൽ എന്താണ് ഡി എന്ന് പറയുന്നൊരു ഗ്രേഡ് അല്ലേ. ഫെയിൽഡ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കാത്തതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഡി ഗ്രേഡ് എന്ന്, നമുക്ക് ബാക്കി വരുന്ന എല്ലാം ഡി ഗ്രേഡിലേക്ക് നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ ഫെയിൽഡ് എന്ന് പറയുന്നില്ല, നമ്മൾ വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം. ഇതിൻ്റെ താഴെ സി ഔട്ട് എന്താണ്, ഗ്രേഡ് ഡി ആണ്. പറഞ്ഞ് മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ഈ 90 എബോവ് ആവുന്നില്ല, 80 എബോവ് ആവുന്നില്ല, 70 എബോവ് ആവുന്നില്ല, 60 എബോവ് ആവുന്നില്ല, 50 എബോവ് ആവുന്നില്ല. അപ്പോൾ 50യിൽ താഴെ വരുന്ന എന്തും, പിന്നെ ഒരു കമ്പാരിസൻ്റെ ആവശ്യമില്ല. ഇതെല്ലാം തെറ്റുകയാണെങ്കിൽ നേരെ വന്ന്, അപ്പോൾ ഇതെല്ലാം തെറ്റുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എത്രയാണ്, 50യേക്കാൾ താഴെയാണെന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെയാണെങ്കിൽ ഗ്രേഡ് എന്താണ്, ഡി ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഗ്രേഡ് എന്തായിരിക്കും, ഡി ആയിരിക്കും. ഓക്കെ, ഇങ്ങനെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി ഒരു ലാഡർ പോലെ ലാഡറിൽ ഇറങ്ങി വരുന്ന പോലെ ചെക്ക് ചെയ്തു. പക്ഷേ എവിടെയെങ്കിലും ഒരു ട്രൂ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യത്തില്ല, ലാഡർ കണ്ടിന്യൂ ചെയ്തിൽ ചാടി താഴെ പോകും. അപ്പോൾ ഇത് ട്രൂ ആയെന്ന് വിചാരിക്കുക. ഇത് ട്രൂ ആയി കഴിഞ്ഞാൽ ഇതിൻ്റെ താഴെയുള്ള ഈ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്തിട്ട് നേരെ ലാഡറിൽ നിന്ന് ചാടി താഴെ പോകും അല്ലേ, എൽസിനും താഴെ പോകും കേട്ടല്ലോ. അപ്പോൾ എവിടെയെങ്കിലും ട്രൂ കിട്ടുന്നില്ലെങ്കിൽ ഇങ്ങനെ ചെക്ക് ചെയ്ത് വരും. എന്നിട്ട് അവസാനത്തെ സ്റ്റെപ്പായിട്ടുള്ള ഇതും വർക്ക് ചെയ്തിട്ടായിരിക്കും താഴേക്ക് പോകുന്നത്. ഓക്കെ, ഇതാണ് ഒരു ഇഫ് എൽസിഫ് ലാഡർ വർക്ക് ചെയ്യുന്ന രീതി. നമുക്ക് ഈ ഇഫ് എൽസിഫ് ലാഡറിനെ നമുക്ക് കുറച്ചും കൂടെ എളുപ്പത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. വേണമെങ്കിൽ സ്വിച്ച് എന്ന് പറയുന്ന മറ്റൊരു കൺസ്ട്രക്റ്റ് ഉപയോഗിച്ചു. എല്ലാ എൽസിഫ് ലാഡറിനെയും നമുക്ക് സ്വിച്ച് ഉപയോഗിച്ച് എഴുതാൻ പറ്റില്ല. എന്നാൽ എല്ലാ സ്വിച്ചുകളെയും നമുക്ക് എൽസിഫ് ലാഡർ ഉപയോഗിച്ച് എഴുതാം കേട്ടോ. അങ്ങനെ ഒരു കാര്യം കൂടിയുണ്ട്. എല്ലാ എൽസിഫ് ലാഡറിൽ എഴുതുന്ന പ്രോഗ്രാമുകളെയും നമുക്ക് സ്വിച്ച് ഉപയോഗിച്ച് റീപ്ലേസ് ചെയ്യാൻ പറ്റില്ലെങ്കിലും സ്വിച്ചിൽ എഴുതിയിരിക്കുന്ന എല്ലാ പ്രോഗ്രാമുകളെയും നമുക്ക് എൽസിഫിലേക്ക് മാറ്റാനും പറ്റും. അപ്പോൾ ചില എൽസിഫ് ലാഡർ പ്രോഗ്രാമുകളെ വളരെ എളുപ്പത്തിൽ നമുക്ക് സ്വിച്ച് ഉപയോഗിച്ച് നമുക്ക് റീറൈറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. ഇവിടെ എന്താണ് ഈ സ്വിച്ചിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, സ്വിച്ച് എന്ന് പറയുന്ന കീവേഡ് എഴുതിയതിന് ശേഷം ബ്രാക്കറ്റിൽ ഒരു എക്സ്പ്രഷൻ ഉണ്ടാവും. ഈ എക്സ്പ്രഷൻ ഒരു വാല്യൂ പ്രൊഡ്യൂസ് ചെയ്യും. ട്രൂ ഫോൾസും അല്ല, ഒരു എക്സ്പ്രഷൻ എന്ന് വെച്ചാൽ ഒരു വാല്യൂ ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഇൻറ്റിജർ വാല്യൂ അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ വാല്യൂ ആയിരിക്കും ഇതിൻ്റെ ഈ എക്സ്പ്രഷൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത്. ആ റിസൾട്ട് ഇവിടെ നമ്മൾ ഈ ഒരു കേസുമായിട്ട് നമ്മൾ ഓരോ കേസ് എന്ന് പറഞ്ഞാണ് എഴുതുന്നത്. ഏതെങ്കിലും കേസിൽ കിടക്കുന്ന ഈ വാല്യൂ ആയിട്ട് മാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് നേരെയുള്ള സ്റ്റേറ്റ്മെൻറ്റ് വർക്ക് ചെയ്യും, എന്നിട്ട് ബ്രേക്ക് ചെയ്യും. ബ്രേക്ക് ചെയ്യാന്ന് വെച്ചാൽ ഈ രണ്ട് ബ്രാക്കറ്റ് കണ്ടോ, ഈ രണ്ട് ബ്രാക്കറ്റ് കണ്ടോ, ഈ സ്വിച്ചിന് വേണ്ടിയുള്ള ബ്രാക്കറ്റ്, ഈ ബ്രാക്കറ്റിൽ നിന്നും എക്സിറ്റ് ചെയ്യും. അപ്പോൾ ഇത് മാച്ച് ചെയ്യുന്നില്ല എങ്കിൽ എന്ത് സംഭവിക്കും, ഇത് മാച്ച് ചെയ്യുന്നില്ലെങ്കിൽ അടുത്ത ഈ കോൺസ്റ്റൻറ്റുമായിട്ട് ഇതിനകത്തുള്ള ഈ എക്സ്പ്രഷൻ മാച്ച് ചെയ്യുന്നുണ്ടോ നോക്കും, അതിൻ്റെ റിസൾട്ട് മാച്ച് ചെയ്യുന്നുണ്ടോ നോക്കും. അങ്ങനെ മാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യും, ബ്രേക്ക് ചെയ്യും. ഇനി അതും മാച്ച് ചെയ്യുന്നില്ലെങ്കിൽ അങ്ങനെ താഴെ നമ്മൾ നേരത്തേനകത്ത് എൽസിന് പകരം ഇവിടെ ഒരു ഡീഫോൾട്ട് കിടപ്പുണ്ട്. കാര്യം ഒരു കേസുമായിട്ടും ഈ എക്സ്പ്രഷൻ്റെ റിസൾട്ട് മാച്ച് ചെയ്യുന്നില്ല എങ്കിൽ ഈ ഡീഫോൾട്ടിനകത്ത് കിടക്കുന്ന ഈ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യും, എക്സിറ്റ് ചെയ്യും. ഓക്കെ, നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇപ്പോൾ എന്താ പറയുന്നത്, ഒരു ഡേ നമ്പർ എൻ്റർ ചെയ്തിട്ട് ആ ഡേ നമ്പറിനനുസരിച്ച് ഡേ പ്രിൻറ്റ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണെന്ന് വിചാരിക്കാം. അതായത് ഡേ എന്ന് പറയുന്ന, അതായത് ഒരു നമ്പർ എൻ്റർ ചെയ്യാൻ പറയുകയാണ്, ബിറ്റ്വീൻ 1 and 7 എന്ന് പറഞ്ഞ് നമ്മളൊരു നമ്പർ എൻ്റർ ചെയ്യുകയാണ്. ആ നമ്പർ നമ്മൾ ഈ ഡേ എന്ന് പറയുന്ന വേരിയബിളിനകത്ത് സ്റ്റോർ ചെയ്യുന്നു. സ്റ്റോർ ചെയ്തതിന് ശേഷം ഈ ഡേയിൽ വന്ന വാല്യൂ 1 ആണെങ്കിൽ സൺഡേ എന്ന്, 2 ആണെങ്കിൽ മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ അങ്ങനെ പോകണം. അങ്ങനെ 7 അല്ല, 7 അപ്പുറത്തുള്ള ഒരു വാല്യൂ ആണെങ്കിൽ റോങ്, അല്ലെങ്കിൽ 0 ആണെങ്കിലും റോങ്. അപ്പോൾ നമ്മൾ ഈ ഡേയിലേക്ക് വന്നിരിക്കുന്ന വാല്യൂ 3 ആണെന്ന് നമുക്കൊന്ന് അസ്യൂം ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമുക്കിത് നോക്കാം. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യേണ്ട വേരിയബിൾ ഏതാണോ ആ വേരിയബിളിൻ്റെ പേര് നമ്മൾ ഈ ബ്രാക്കറ്റ് ഇട്ട് കൊടുക്കണം. ചെക്ക് ചെയ്യേണ്ട വേരിയബിൾ ഏതാണ്, ഡേ എന്നാണ്. ഇനി വേറെ ഏതെങ്കിലും വേരിയബിൾ ആണെങ്കിൽ ആ പേര് ബ്രാക്കറ്റ് ഇട്ട് കൊടുക്കും. എന്നിട്ട് കേസ് 1 എന്ന് വെച്ചാൽ ഒന്നാമത്തെ കേസ് നല്ല മീനിങ്, ഈ ഡേ എന്ന് പറയുന്ന ഈ വേരിയബിളിനകത്ത് 1 എന്ന് പറയുന്ന വാല്യൂ വരുന്ന കേസിൽ എന്താണ് ചെയ്യേണ്ടത്, സൺഡേ എന്ന് പ്രിൻറ്റ് ചെയ്യണം, ബ്രേക്ക് ചെയ്യണം. ബ്രേക്ക് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബ്രാക്കറ്റിൽ നിന്ന് പുറത്ത് പോകണം, അതാണ് ബ്രേക്ക് ചെയ്യുക. ഇനി കേസ് 1 വരുന്നില്ല എങ്കിലോ, ഇങ്ങനെ കേസ് 1 വരുന്നില്ല എങ്കിലോ അടുത്ത 2 വരുമോ, 2 ആണോ ഈ ഡേയിൽ സ്റ്റോർ ചെയ്തിരിക്കുന്നത് ചെക്ക് ചെയ്യും. അങ്ങനെ ചെക്ക് ചെയ്തിട്ട് മൺഡേ എന്ന് പ്രിൻറ്റ് ചെയ്യണം 2 ആണെങ്കിൽ. പക്ഷേ 2 അല്ലല്ലോ, നമ്മളിവിടെ എക്സാമ്പിൾ എടുത്തിരിക്കുന്നത് 3 ആണ്. അപ്പോൾ ഈ 3 വരുന്ന കേസ് ശരിയാണ്, ഇപ്പം നമ്മൾ 3 ആണ് വാല്യൂ സ്റ്റോർ. സോ 3 വരുന്ന കേസിൽ ട്യൂസ്ഡേ എന്ന് പ്രിൻറ്റ് ചെയ്യും, എന്നിട്ട് എന്ത് ചെയ്യും, ബ്രേക്ക് ചെയ്യും. ബ്രേക്ക് ചെയ്യാന്ന് വെച്ചാൽ എന്താണ്, പ്രോഗ്രാമിന് ഈ പ്രോഗ്രാമിൽ നല്ല ഈ സ്വിച്ചിൽ നിന്നും എക്സിറ്റ് ചെയ്യും. ഇനി ഇതിനകത്ത് എൻ്റർ ചെയ്തിരിക്കുന്ന വാല്യൂ 8 ആണ്, അല്ലെങ്കിൽ 9 ആണ്, അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ 7 ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എന്താ സംഭവിക്കുന്നത്, 4 അല്ല, സ്റ്റോർ ചെയ്തിരിക്കുന്ന വാല്യൂ 4 അല്ല, 5 അല്ല, 6 അല്ല, 7 അല്ല.
അപ്പോൾ 1 അല്ല, 2 അല്ല, 3 അല്ല, 4 അല്ല, 5 അല്ല, 6 അല്ല, 7 അല്ല. ഈ വാല്യൂസ് ഒന്നുമായിട്ട് മാച്ച് ചെയ്യുന്നില്ല എങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ള കാര്യമാണ് നമ്മൾ ഡീഫോൾട്ടിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത്. നമ്മൾ നേരത്തെ എൽസിന് പകരം നമുക്ക് എഴുതാൻ പറ്റുന്നതാണ് ഡീഫോൾട്ട്. അപ്പോൾ ഈ ഡീഫോൾട്ട് എഴുതിയിരിക്കുന്നത് എന്താണ്? റോങ് ഇൻപുട്ട്. അപ്പോൾ ഇവിടെ 8 സ്റ്റോർ ചെയ്തിരിക്കുന്ന സ്ഥിതിക്ക് എന്തായിരിക്കും ഔട്ട്പുട്ടായിട്ട് വരുന്നത്? ഈ റോങ് ഇൻപുട്ട് എന്ന് പറയുന്ന വാല്യൂ അല്ലെങ്കിൽ ഈ സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും എന്ത് സംഭവിക്കുന്നത്? ഔട്ട്പുട്ടായിട്ട് പ്രിൻറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു സ്വിച്ച് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എഗെയിൻ എല്ലാ സ്വിച്ചുകളും നമുക്ക് എൽസിഫ് ലാഡർ ഉപയോഗിച്ച് എഴുതാമെങ്കിലും എൽസിഫ് ലാഡറിൽ എഴുതിയിരിക്കുന്ന എല്ലാ പ്രോഗ്രാമിലെയും നമുക്ക് സ്വിച്ചിലേക്ക് മാറ്റാൻ പറ്റത്തില്ല. ഒരു എൽസിഫ് ലാഡറിനെ വളരെ എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്വിച്ചിലേക്ക് മാറ്റാൻ പറ്റും എന്നുള്ളതാണ്. ചില എൽസിഫ് ലാഡറുകളെ നമുക്ക് വളരെ എളുപ്പത്തിൽ സ്വിച്ച് ഉപയോഗിച്ച് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഈ സ്വിച്ചിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് പറയുന്നത്. ഓക്കെ, ഇനി പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് 1-2 ചോദ്യങ്ങൾ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ പിന്നീട് ഡിസ്കസ് ചെയ്യും. ചാനലിലൂടെ തന്നെ ഡിസ്കസ് ചെയ്യും. ഞാൻ ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. എൻ്റെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്, ചാനലിൽ ഡിസ്കസ് ചെയ്യും. അപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പല ചോദ്യങ്ങളും പരിശോധിക്കുമ്പോൾ നമുക്കറിയാം ഈ സ്വിച്ചിനകത്തൊരു പ്രോഗ്രാം തന്നിട്ട് അല്ലെങ്കിൽ സ്വിച്ചിനകത്തൊരു കോഡ് തന്നിട്ട് അതിനെ എൽസിഫ് ലാഡർ ഉപയോഗിച്ച് എഴുതാൻ പറയും. എൽസിഫ് ലാഡർ എഴുതുന്നതിനെ നമ്മൾ എന്ത് ചെയ്യണം? സ്വിച്ചിലേക്ക് മാറ്റി എഴുതാനും പറയും. അപ്പോൾ അങ്ങനെ ഉള്ള ചോദ്യങ്ങൾ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ചെയ്യാം. കാര്യം ഇത് കൂടുതലായിട്ട് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ പോലും എങ്ങനെയാണ് പൊളിച്ചെഴുതുന്നത് മാത്രം അറിഞ്ഞാൽ തന്നെ നമുക്ക് അതിനുള്ള മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായിട്ട് ക്ലാസ്സുകൾ കണ്ടിന്യൂസ് ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുക, കണ്ട് മനസ്സിലാക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റായിട്ട് താഴെ ചോദിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിച്ചു നിർത്തിയത് എവിടം വരെയാണ് എന്ന് നോക്കാം. നമ്മൾ ഈ ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ കഴിഞ്ഞ 2 പാർട്ടുകളായിട്ടാണ്, ഈ പാർട്ടും മുകളിലത്തെ പാർട്ടും നിങ്ങൾ കാണണം, തൊട്ട് മുമ്പിലത്തെ പാർട്ട് കാണണം. അങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ ഈ ഒരു ഭാഗം ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇഫ് എൽസ്, നെസ്റ്റഡ് ഇഫ്, എൽസിഫ് ലാഡർ ആൻഡ് സ്വിച്ച്. സോ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇപ്പോൾ 2 ക്ലാസ്സുകളായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്ന ഐട്രേഷൻ ഓർ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്ന ഭാഗമാണ്. വെരി ഇമ്പോർട്ടൻറ്റ്. നമുക്ക് ഇവിടെ നിന്നുകൊണ്ട്, കാര്യം ഈ ഒരു ക്ലാസ് അല്ലെങ്കിൽ ഈ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ് വളരെ നല്ല രീതിയിൽ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമുക്കിനി നിങ്ങളുടെ സെക്കൻഡ് ഇയറിലുള്ള പല ചാപ്റ്ററുകളും മനസ്സിലാവും. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധാപൂർവ്വം തന്നെ ക്ലാസ് കാണുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് താഴെ രേഖപ്പെടുത്തുക. ഓക്കെ, താങ്ക് യു.